ഞാൻ പറയുന്നത് വിശ്വസിക്ക് സാർ. ആ ഗോപാലനും മാധവനും ഉണ്ടല്ലോ. പപ്പി, ഇന്നത്തെ ദിവസം ഇനിയും തുടങ്ങിയിട്ടില്ല. പക്ഷെ നീ പിച്ചും പെയ്യും പറയാൻ തുടങ്ങിയിരിക്കുകയാണല്ലേ? പക്ഷേ സാർ, ആ ചെക്കൻ എടാ ഹീറോ, കഴുതയെ പോലെ പാട്ട് പാടി ടോർച്ചർ ചെയ്യുന്ന നിർത്ത. അവസാനമായിട്ട് പറയാ, മര്യാദക്ക് നിർത്തിക്കോ. ഇനി പാടിയിട്ടുണ്ടല്ലോ. എന്താ ഞാൻ പാടുന്നോണ്ട് നിനക്ക് എന്താണ് പ്രോബ്ലം? പറയാ. ഗോപാലിന്റെ പാട്ട് അടിപൊളിയായിട്ടുണ്ടോ? അവൻ പറഞ്ഞത് കേട്ടോ? ഗോപാല് പറയുന്നു മാധവന്റെ പാട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന്. എടാ, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഗോപു ഉണ്ടല്ലോ, റോക്ക് സ്റ്റാർ ആണ്, റോക്ക് സ്റ്റാർ. ഗോപു, ശോധം കാണിച്ചു കൊടുക്കടാ. നിനക്ക് എത്ര നന്നായിട്ട് പാടാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കടാ. നിനക്കറിയില്ല, ഗോപു പാടാൻ തുടങ്ങിയാണ്ടല്ലോ. നിർത്തടോ ജഷ്മൺ, നീ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും എനിക്ക് പാടാനൊന്നും അറിയില്ല. അത് ശരി. അപ്പൊ അതാണല്ലേ കാര്യം. നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ചേക്കാം. അപ്പൊ മനസ്സിലാവും ആരാണ് ഫസ്റ്റ് എന്ന്. ഓക്കേ ഗോപു, ചാലഞ്ച് അക്സെപ്റ്റഡ്. ഇവന്മാർ എന്ത് ഗുലുമാല ചെയ്താലും ശരി, ഇന്ന് ഞാൻ ഇവരെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്താ പറ്റിയേ? ഞാൻ ഒന്നും തരാൻ പോകുന്നില്ല. കടം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വസൂലിബായ്, ഞങ്ങളിവിടെ പാല് വാങ്ങാനല്ല വന്ന്. ഞങ്ങൾക്കിപ്പോ ആവശ്യം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. ഞങ്ങൾക്കിപ്പോ പാട്ട് പഠിക്കണം. നല്ലൊരു മ്യൂസിക് ടീച്ചറിനെ കാണിച്ചു തരുമോ? ആ, നിങ്ങളെ പോലെ പാലിന്റെ ദൈവം, പന്നീരിന്റെ ഭഗവാൻ, അതുപോലെ പാട്ടിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഓ, എനിക്കറിയാം. അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. ഞാൻ ഇപ്പൊ അദ്ദേഹത്തിന് 2 ലിറ്റർ പാല് കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കാം. എനിക്ക് മ്യൂസിക് ക്ലാസ്സിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മള് തോറ്റു പോവും. എന്താണ് കാരണം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റൂല. മാംഗോയിൽ നിന്ന് ആപ്പിൾ ജ്യൂസ് വരുമോ? ഇല്ലാലോ. അതുപോലെ നിന്റെ തൊണ്ടയിൽ നിന്നും സുഖമായ സംഗീതം എങ്ങനെ വരും? വരൂല. വെറുതെ കളിയാക്കല്ലേ ലക്ഷ്മണ. പറ്റില്ല 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 പറ്റില്ല. നീ അകത്ത് കേറ്, വേഗം പോയി സംഗീതം പഠിക്ക്. ഇവിടെയോ? എന്താടാ, പാട്ട് പഠിക്കാൻ വന്നതാണോ? ഗോപുവിന്റെ അടുത്ത് തോറ്റു പോകുന്ന നിനക്ക് പേടി വന്നല്ലേ? പേടി നിങ്ങൾക്കാണ്. അല്ല, നിങ്ങളുടെ ഈ റോക്ക് സ്റ്റാർ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ഈ മ്യൂസിക് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്? അല്ല, അത് പിന്നെ ഞാൻ പറ എന്തിനാ വന്നത്? എന്താ ഇവിടെ ആകെ ഒരു ബഹളം? എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീട്ടിനകത്ത് നിങ്ങൾ എങ്ങനെയാടാ കടന്നത്? വേഗം പറയടാ, ആരാ നിങ്ങളൊക്കെ? അല്ല, തെറ്റിദ്ധരിക്കല്ലേ അങ്ങുന്നേ. ഇവരെല്ലാരും നമ്മുടെ പിള്ളേരാണെന്നേ. ജേഴ്സി പശുവിന്റെ പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നതും പോരാഞ്ഞ് മറ്റുള്ളവരുമായി അതിക്രമിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണല്ലേ? കടന്നു പൊക്കോ ഇവിടുന്ന്. പണ്ഡിറ്റ്ജി, പ്ലീസ് എനിക്ക് പാട്ട് പഠിപ്പിച്ചു തരണം. ഞാനത് മനസ്സുകൊണ്ട് രസിച്ച് പാടും. പണ്ഡിറ്റ്ജി, അവനെ വിട്ടേക്ക്. എനിക്ക് പാട്ട് പഠിപ്പിച്ചതാ. ഞാൻ മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരത്തുള്ള ഓരോ പാർട്സ് കൊണ്ട് ഞാൻ പാട്ട് പാടും. നിങ്ങൾ മതിയാക്ക്. നിങ്ങൾ നല്ലവരാണോ എന്ന് എനിക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ അദ്ദേഹം ഞാൻ പറഞ്ഞാൽ സമ്മതിക്കാതിരിക്കില്ല എന്ന്? എടാ, നീ ഇവിടുന്ന് പോകുന്നുണ്ടോ? അതോ ഞാൻ പോയേക്കാതെ. സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് പഴയ ഒരു സിംഹത്തിന്റെ മടയിൽ. സംഗീതത്തെ ആദ്യമായി മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കണം. ആദ്യം നീ പാട്. പണ്ഡിറ്റ്ജി, ഇപ്പൊ നോക്കൂ, ഞാൻ പാടി കാണിച്ചു തരാം. അടുത്ത് നീ പാടണം. നീ പാട്. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും
ഒന്നിനും പറ്റില്ലെന്നാ തോന്നുന്നത്. സംഗീതം ഒന്നും അറിയാത്തവർക്ക് പോലും ഞാൻ നന്നായിട്ട് സംഗീതം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സംഗീതത്തെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ഒരു വഴി എന്റെ കയ്യിലുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 5 മണിക്ക് അടുത്ത സംഗീതം പഠിക്കുവാനായി എല്ലാവരും ഇവിടെ എത്തിച്ചേരണം. പാട്ട് പഠിക്കാൻ എന്തിനാ ഈ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നേ? വീണ്ടും രാവിലെ 5 മണിക്കോ? എന്റെ അമ്മേ. ഇവിടെ എല്ലാം പീസ്ഫുൾ ആണല്ലേ? അത് ഞാൻ മാറ്റിത്തരാം. എന്നെ ശിഷ്യനായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വലിയ പാട്ടുകാരനൊക്കെ ആയിരിക്കും, പക്ഷെ യഥാർത്ഥ പാട്ട് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നാ വിളിച്ചോ. പാലിൽ വെള്ളം ചേർത്തോടാ. മറ്റുള്ളവരൊക്കെ എവിടെ പോയടാ? ആരെയും സംഗീതം പഠിക്കാൻ ഇന്ന് കണ്ടില്ലല്ലോ. കുംഭകർണന്മാരെ എഴുന്നേക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഈ ഭാഗവതരെ എന്നെ പിടിച്ച് പാട്ട് പഠിപ്പിക്കും. ഓ, നിങ്ങൾ കാരണം എപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലാണ്. വാ നോക്കാം എന്താണാവോ പറയാൻ പോകുന്നത്. അവന്മാര് കുലുമാല് ചെയ്യാൻ പോവുകയാണ്. നേരെ പ്രിൻസിപ്പൽ സാറിന് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരാം. ഇവന്മാരെ ഇന്ന് സ്പോട്ടിൽ തന്നെ പിടിക്കണം. ഇവരുടെ കഥ ഇന്നത്തോടെ അവസാനിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യ, അയാളൊന്ന് ശാന്തപ്പെടുത്ത. ഐഡിയ. ഭാഗവതരെ കുറച്ച് പാല് കുടിച്ചാലും. പാൽ എനിക്ക് വേണ്ട. പണ്ഡിറ്റ്ജി, നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ അല്പം ലേറ്റ് ആയി പോയി. ഇതുപോലെ മഹാനായ ടീച്ചർ വേറെ ആരും ഉണ്ടാവില്ല. പ്ലീസ് ഇതെല്ലാം എനിക്ക് പഠിപ്പിച്ചു തരൂ. എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു നിങ്ങളെ പോലെ ഒരു ഗായകൻ ഈ എർത്തിൽ തന്നെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വേറെ ഗാലക്സിന്നാണ് വന്നിരിക്കുന്നത്. എന്ത്? ഓ, അതെ അതെ, ഞങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിരിക്കും പണ്ഡിറ്റ്ജി. ഓ പിന്നെ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്താ ഭാഗവതരെ, എന്നെ ഓർമ്മയുണ്ടോ? ആ സംഗീത കസ്മല, നീ വീണ്ടും തിരിച്ചെത്തിയല്ലേ? ഇന്നാ വിളിച്ചോ. ഞാൻ ഒരിക്കലും എന്റെ ശിഷ്യനാകാൻ നിന്നെ അനുവദിക്കില്ല. ഈ തവണ നിങ്ങളുടെ ശിഷ്യനാവാൻ വേണ്ടി അല്ല, നിങ്ങളെ ചാലഞ്ച് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് മത്സരിച്ച് നിങ്ങൾ തോറ്റാൽ ഈ മ്യൂസിക് സ്കൂൾ എനിക്ക് തരണം. സമ്മതമാണോ? അപ്പോ അതാണല്ലേ കാര്യം. എന്നാൽ ഞാൻ നിന്നോട് ബെറ്റ് വെക്കുന്നു. ആ മരമാക്രിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ മതി പണ്ഡിറ്റ്ജി. ഈ കാര്യം ഞങ്ങൾ എടുത്ത് വിട്ടേക്ക്. വേണ്ട, ഇത് അവനും ഞാനും തമ്മിലുള്ള തർക്കമാണ്. സാർ വരണം സാർ. സാറേ ഇവിടെ നോക്കണം സാറേ. വസൂലി ഇവിടെ ഉണ്ട് സാറേ. ഇവിടെ ആകെ അടിയും പിടി നടക്കുകയാണ് സാറേ. മൊത്തം പ്രശ്നമാണ് സാർ. ഞാൻ പ്രൂഫ് തരാന്ന് പറഞ്ഞതല്ലേ, ഇങ്ങോട്ട് നോക്കൂ.
അല്ല പ്രിൻസിപ്പൽ സാറോ, വരൂ 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 വരൂ. ഞാൻ എന്താ ഈ കാണുന്നത്? എത്ര അനുസരണമുള്ള കുട്ടികളാ നിങ്ങളുടെ സ്റ്റുഡൻസ്. വളരെ മനോഹരമായ ഒരു പാടാറൊക്കെ ഉണ്ട്. കൊള്ളാം, കലക്കി. എന്ത്? എനിക്ക് ആ കാര്യം അറിയാൻ പാടില്ലായിരുന്നല്ലോ. പക്ഷെ സാറേ, ആ വസൂലി കാരണമാണ് ഇതൊക്കെ. പ്രൂഫ് എവിടെയാണ്?